ഹായ് ഓൾ, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ ഇൻട്രസ്റ്റിങ്ങും എന്നാൽ കേരളത്തിൽ വളരെ ഡേഞ്ചറസുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. വിഷയം എന്താണെന്നല്ലേ നിങ്ങളുടെ സംശയം? അത് പ്രണയമാണ്, ലവ് ആണ്. എന്തിനാണ് ലവ്? എന്തിനാണ് പ്രണയമുണ്ടാകുന്നത്? ആരിലൊക്കെയാണ് പ്രണയമുണ്ടാകുന്നത്? മനുഷ്യരിൽ പ്രണയത്തിൻ്റെ ആവശ്യം എന്താണ്? അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഗുണഫലങ്ങൾ എന്താണ്? മൃഗങ്ങൾക്കും പ്രണയം ഉണ്ടാകുന്നുണ്ടോ? പ്രണയം മൃഗങ്ങളിലും കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. പലതരത്തിലുള്ള പഠനങ്ങളും മൃഗങ്ങളുടെ മുഖത്തിൻ്റെ പല സ്കാനിങ് റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമായി നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പക്ഷികൾ സന്ദേശത്തിലൂടെ, പാട്ടുകളിലൂടെ പ്രണയിക്കാൻ ശ്രമിക്കുന്നത്, മയിൽ അതിൻ്റെ സൗന്ദര്യത്തിലൂടെ പ്രണയിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പല ജീവികൾ പല ഭാവങ്ങളിലൂടെ പ്രണയിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രണയത്തിൻ്റെ ഗാഢതയുണ്ടാകുന്നത് ചിരിയിലൂടെ തന്നെയാണ്. ഇപ്പം ചിരി മാറി അത് നോട്ടത്തിലായി എന്നാണ് ചില ആളുകൾ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും പ്രണയത്തിന് ചില കമ്മ്യൂണിക്കേഷനുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വികാരത്തിൻ്റെ ഹോർമോണുകളും അതിൻ്റെ തന്മാത്രകളും ആക്റ്റീവ് ആകുമ്പോഴാണ്. അതിൻ്റെ മെയിൻ ഉദ്ദേശം വംശവർദ്ധനവ് നടത്തുക, എവല്യൂഷനുമായി ബന്ധപ്പെട്ട് പോവുക എന്നുള്ളതാണ്. അതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. വാസ്തവത്തിൽ നമ്മളെ കേരളത്തിലാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പറയാം, ഈ പ്രണയത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ ഇത് തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്നും അത് തലമുറ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണെന്നും മനസ്സിലാക്കാതെ പ്രണയിക്കുന്നവർക്ക് കൂടുതൽ സ്ട്രെസ്സ്, സ്വന്തം രക്ഷിതാക്കൾക്ക് കൂടുതൽ പെയിൻ, അവർക്ക് ഡിപ്രഷൻ, സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും ഒക്കെ അവർ കൺസൾട്ട് ചെയ്യുക, യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും അതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ കൗൺസിൽ ചെയ്താലും രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ഈ കമിതാക്കൾക്കോ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല. കാരണം പ്രണയമുണ്ടാക്കുന്ന ബോണ്ട് അതിശക്തമാണെന്നുള്ളതാണ്. അതിശക്തമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ യാതൊരു വേദനയും യാതൊരു മറ്റൊരാളുടെ വികാരവും കണ്ണുനീരും പ്രശ്നമായി അവർ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രണയത്തിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലുള്ള ഹോർമോണുകൾ ഗാഢമായി നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളിലേക്ക് നാം നോക്കിയാൽ ഇന്ന് വന്നിട്ടുള്ള ഈ മീഡിയ പ്രചരണങ്ങൾ, അത് വാട്സപ്പ് തുടങ്ങി ഇൻ്റർനെറ്റ് വരെയുള്ള മീഡിയ പ്രചരണങ്ങളിലൂടെ ഒരുപാട് ഇതിന് പ്രൊമോഷൻ കിട്ടി വരികയാണെന്നുള്ളതാണ്. പ്രണയിക്കാത്ത മനുഷ്യരില്ല, എല്ലാ മനുഷ്യരിലും പ്രണയമുണ്ട്. പക്ഷേ ആ പ്രണയം നമ്മുടെ സാമൂഹ്യ ആചാരങ്ങളുടെ ഫലമായി പലർക്കും മൂടി വെക്കുകയോ അടക്കി വെക്കുകയോ ഒതുക്കി വെക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ആധുനിക തലമുറ ഇത് എക്സ്പോസ് ചെയ്യുകയാണ്. അവരെ സംബന്ധിച്ച് ഈ മീഡിയയിൽ വരുന്ന പലതരത്തിലുള്ള പ്രൊവോക്കേഷനുകളും അതുപോലെ തന്നെ മീഡിയയിൽ വരുന്ന പലതരത്തിലുള്ള ഇൻസ്പിറേഷൻസും അവരെ ഇത്തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് അവർ പ്രണയബദ്ധിതരാകുന്നു എന്നുള്ളതാണ്. ഇവരെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ, ഇവരെ മറ്റ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ഒന്നും സാധ്യമാകാത്ത ഒരു കാര്യമാണ് പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിൽ ഈ വസ്തുത മനസ്സിലാക്കാതെ പ്രണയ കൊലപാതകം, പ്രതികാര കൊലപാതകം, അതുപോലെ തന്നെ ആത്മഹത്യ, കാമുകൻ കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ കാമുകനെ വിഷം കൊടുത്തു കൊല്ലുക പോലുള്ള വലിയ സാഹസികമായ പ്രവർത്തനങ്ങളിലേക്കും പെൺകുട്ടികളോ ആൺകുട്ടികളോ തേച്ചു പോകുമ്പോൾ സംഭവിക്കാറുണ്ട്. പ്രണയത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. എങ്ങനെയാണ് പ്രണയിക്കേണ്ടത്, ആരെയാണ് പ്രണയിക്കേണ്ടത്,
ഈ പ്രണയിക്കുമ്പോൾ അതാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്നത്. കാണുന്ന ആരെയും കയറി പ്രണയിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരള മോഡൽ പ്രണയം എന്ന് പറയുന്നത്. അത് കേവലമായ ചില ആകാര സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുണത്തിലോ ഒക്കെ ആയിരിക്കും. ഈ വ്യക്തി എന്താണ്, ഈ വ്യക്തി ആരാണ്, ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇവളുടെ സ്വഭാവ രീതി എന്താണ്, ഇതൊന്നും മനസ്സിലാകാതെ കേവലം മാംസനിബിഡമായ ഒരു ആകർഷണത്തിലേക്ക് അവർ വീണുപോവുകയും അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കണം. ആരെയാണ് സ്നേഹിക്കേണ്ടത്? പ്രണയം ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല. അത് ആരുടെ മനസ്സിലും ഉണ്ടാകുന്നതാണ്. പല ആളുകളും മനോരോഗികളായി മാറുന്നത് പ്രണയമൊക്കെ ഇങ്ങനെ അടക്കി വെച്ച് ഒതുക്കി വെച്ച് ജീവിച്ചതുകൊണ്ടാണ്. ഇന്നും ചില ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ പഴയ അവരുടെ റിലേഷനെ സംബന്ധിച്ച് വളരെയധികം ദുഃഖിതരും ഡിപ്രസറുമാണെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെ സ്നേഹിക്കണം, ആരുമായിട്ടാണ് നാം അടുത്ത മെയ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? അടുത്ത മെയ്റ്റ് എന്ന് പറയുന്നാൽ അടുത്ത ജനറേഷൻ ഇന്നത്തെ ജനറേഷനേക്കാൾ കൂടുതൽ ശക്തരായിരിക്കണം. അതിൽ ഡിപ്രഷൻ ഉണ്ടാകാൻ പാടില്ല, അതിൽ മനോവ്യാധികൾ ഉണ്ടാകാൻ പാടില്ല. ആ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് നമ്മൾ അടുത്ത തലമുറയ്ക്കുള്ള ഒരു തിരഞ്ഞെടുപ്പാണെന്നും ആ തിരഞ്ഞെടുക്കപ്പെടുന്ന നെക്സ്റ്റ് ജനറേഷൻ ഇന്നത്തെ ജനറേഷനേക്കാൾ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ കോൺഫിഡൻസോടുകൂടിയും അവർ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യരായി തീരണമെന്നും ആണ് നാം പ്രണയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നാം കൊടുക്കേണ്ട ഒരു വലിയ കാര്യമാണെന്നുള്ളതാണ്. മറിച്ച് നമ്മുടെ സമൂഹത്തിലെ ജെൻഡർ ഈക്വാലിറ്റി പോലുള്ള വിഷയങ്ങൾ, ആൺപെൺ സമത്വങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് സമൂഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരുപാട് ആചാരങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെടുകയും ഒരുപാട് കുട്ടികൾ ഇത് പ്രകടിപ്പിക്കാൻ കഴിയാതെ മനസ്സിൽ അടക്കി ഒതുക്കി അവർക്ക് സ്ട്രെസ് ഉണ്ടാവുകയും അത് ഡിപ്രഷനായിട്ട് മാറുകയും അത് പിന്നീട് വിഷാദ രോഗത്തിൽ ഇതൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡോക്ടറെ അടുത്തേക്ക് അവർ കൊണ്ടുപോകുന്നത്. ഇവർ തന്നെ സൃഷ്ടിച്ചു വെക്കുകയാണ്. നമ്മുടെ സമൂഹവും രക്ഷിതാക്കളും സ്കൂളും ഒക്കെ പാടെ കൂടി സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ മനോരോഗം അത് പ്രത്യക്ഷമാകുമ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് നാം സമീപിക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന പല രക്ഷിതാക്കളെയും എനിക്ക് നന്നായി അറിയാം. ഞാൻ സ്വാഭാവികമായിട്ടും അവരോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇതിൽ കൂടുതൽ ടെൻഷൻ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അവർ സന്തോഷമായി ജീവിച്ചു കൊള്ളട്ടെ. അത് ഇണയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധിക്കണം. വളരെ പ്രയോറിറ്റീസ് കൊടുത്തുകൊണ്ടാണ് നാം ഇണയെ തിരഞ്ഞെടുക്കേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, പ്രണയം നാച്ചുറലാണ്, അത് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന ഒരു വികാരമാണെന്നും അത് തലച്ചോറിൽ രൂപം കൊള്ളുന്ന ഒരു പ്രോസസ്സാണെന്നും അത് നിലനിർത്തേണ്ടത് നമ്മുടെ സർവൈവലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്നും അത് നമുക്ക് സമാധാനവും ആശ്വാസവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഹോർമോണുകളും പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും കെമിക്കൽസും എല്ലാം നമ്മളെ സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി ഈ പ്രണയത്തിൽ ഏർപ്പെടുന്ന കുട്ടികളും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് നടത്തണം. അതിനാണ് സ്കൂളിൽ അവർക്ക് അനലിറ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൊടുക്കേണ്ടത്. വെറുതെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന കാര്യമായ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് വളർത്തുകയല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള പല വിഷയങ്ങളെയും നമ്മൾ അനാലൈസ് ചെയ്യുകയും അതിന് കൃത്യമായ ഒരു പ്രോബ്ലം സോൾവിങ്, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ചലഞ്ചുകളെ എങ്ങനെ നാം നേരിടും, സക്സസ്ഫുള്ളായി നേരിടുമെന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളെ പോലുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ സമൂഹ സ്നേഹത്തിലും അതുപോലെ തന്നെ മനുഷ്യന് ചെയ്യുന്ന നന്മകളും. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേവലം പഠന ഭാഗങ്ങൾ, പാഠവിഷയങ്ങൾക്കപ്പുറത്ത് കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾക്കൊരു നമ്മൾ നന്മ ചെയ്താൽ അതിനൊരു റിവാർഡുണ്ട്.
അതിന് ഒരു ഗുണം അവരുടെ ശരീരത്തിന് തന്നെ അവർക്ക് തന്നെ ഉണ്ടാകുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അവർക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് അവരെ പഠിപ്പിക്കുന്ന ആ ഒരു സയൻറ്റിഫിക് ടെമ്പറിലേക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രണയ കൊലപാതകങ്ങളും വൈരാഗ്യ കൊലപാതകങ്ങളും എല്ലാം അവസാനിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ സംസാരിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.